ഉത്തർപ്രദേശിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് 11 പേർ മരിച്ചു. 15 ആളുകളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരിൽ 3 പേർ കുട്ടികളാണ്. തീർത്ഥാടനത്തിന് പോയവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അർജുൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഒരു കാറിൽ എങ്ങനെയാണ് 15 പേർക്കൊക്കെ യാത്ര ചെയ്യാൻ കഴിയുക? ആരെ ഈ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ്. കനത്ത മഴയുണ്ടായിരുന്നു ഗോണ്ടയിൽ തന്നെ ഇട്ടിയാത്തോക്ക് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. രാവിലെ കനത്ത മഴ പ്രദേശത്ത് നിന്ന് രാവിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ബൊലേറോ കാറാണ്. ബൊലേറോ കാറിൽ 8ലധികം ആളുകൾക്ക് യാത്ര ചെയ്യാം. പക്ഷേ 15 എന്നുള്ള പറയുന്നത് അത് എന്തായാലും ഉള്ള സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാൾ അധികം ആളുകൾ യാത്ര ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നിയന്ത്രണം നഷ്ടപ്പെട്ടത് തന്നെയാണ് ഈ കാറ് കനാലിലേക്ക്, സരയൂ കനാലിലേക്ക് മറിയാൻ കാരണമായത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഡ്രൈവറെ ജീവനോടെ തന്നെ പുറത്തെത്തിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ഡ്രൈവറിൽ നിന്നും പോലീസ് ചോദിച്ചറിയുന്നുമുണ്ട്. എന്തായാലും 11 പേർക്ക് പക്ഷേ ജീവൻ നഷ്ടമായിരിക്കുന്നു. ആ 11 പേരിൽ 3 പേർ കുട്ടികളാണ്. ഇവർ ഒരു ക്ഷേത്രത്തിലേക്ക്, പൃഥ്വിരാജ് എന്ന് പറയുന്ന ശ്രീ പൃഥ്വിരാജ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി പുറപ്പെട്ടവരാണ്. പുറപ്പെടുന്ന ആ യാത്രാ മധ്യയാണ് ഇത്തരത്തിൽ സരയൂ കനാലിലേക്ക് ബൊലേറോ കാർ അത് മറിയുകയും തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളാണ് ഈ വെള്ളത്തിലേക്ക്, ഈ കനാലിലേക്ക് കാർ മറിയുന്നത് കണ്ട് ആളുകളെ സഹായത്തിന് വിളിക്കുകയും പിന്നീട് മുങ്ങി തപ്പുകയും ഒക്കെ ചെയ്തത്. പെട്ടെന്ന് ഫയർഫോഴ്സ് എല്ലാം തന്നെ ആ പ്രദേശത്തേക്ക് എത്തി. പക്ഷേ 11 പേരുടെ മൃതശരീരമാണ് ഈ കനാലിൽ നിന്നും പുറത്തെടുക്കാൻ സാധിച്ചത്. 4 പേരെ പക്ഷേ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ജീവനോടുകൂടി. അതിലൊരാൾ ഡ്രൈവറാണ്. ഇവരെ 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആ ഡ്രൈവറിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുകയും ചെയ്യും. ഈ 11 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം ആ മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ 5 ലക്ഷം രൂപയും അതുപോലെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസ് 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്ക് 50,000 രൂപയും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും എന്ത് സംഭവിച്ചു, എങ്ങനെ ഇത്രയും അധികം ആളുകൾ ഈ വാഹനത്തിൽ ഉണ്ടായി, ഒരു കുടുംബമാണെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ 15 പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. അക്കാര്യങ്ങളടക്കം ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ശരി അർജുൻ.